ഹായ് ഹലോ വെൽക്കം മൈ ഡിയേഴ്സ്. ഇന്ന് നമുക്ക് ലഭിച്ച കാർഡ്സ് നോക്കാം. 3 കാർഡ്സാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ലഭിച്ച കാർഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് പുതിയ ഒരു അവസരം, സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ സ്ഥിരത നൽകുന്ന ഒരു തുടക്കം. അതായത് ചെറിയ ഒരു ചാൻസ് പോലും ഫ്യൂച്ചറിൽ വലിയ ഗ്രോത്ത് എന്ന് കാണിക്കുന്ന എനർജിയാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. രണ്ടാമത് ലഭിച്ചിരിക്കുന്ന കാർഡ് ദ ഹീറോഫൻ്റ് ആണ്. അതായത് ഗൈഡൻസ്, ട്രഡീഷൻ, ലേണിംഗ്. ഇന്ന് ഒരു സ്പെഷ്യൽ സ്പിരിച്വൽ ഗുരുവിനെ കാണുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പഠിപ്പിച്ച ഒരു ടീച്ചറെ കാണുകയോ അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്യുന്നതും ഒരു ഇമ്പോർട്ടൻ്റായി കാണുന്നതാണ്. യൂണിവേഴ്സ് പറയുന്നത് സ്റ്റഡിയായി പോകൂ എന്നതാണ്. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് എടുക്കേണ്ട ഗൈഡൻസ്, നമ്മുടെ ട്രഡീഷൻ അനുസരിച്ചിട്ടുള്ള അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകൂ എന്നാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇപ്പോൾ ഫിനാൻഷ്യലി ഗ്രോത്ത് തന്നെയാണ് കാർഡുകൾ കാണിക്കുന്നത്. അതായത് ഇത് പ്രാക്ടിക്കൽ, കെയറിങ്, ഫിനാൻഷ്യലി ബാലൻസ്ഡ് എനർജി. അതായത് ഹോം, മണി, ഹെൽത്ത്, കംഫർട്ട് എന്നിവയിൽ ശ്രദ്ധ നൽകുന്ന ദിവസമായിരിക്കും ഇന്ന് എന്നാണ് കാണിക്കുന്നത്. അതായത് ഓവറോൾ നോക്കുമ്പോൾ സാമ്പത്തികമായ നേട്ടത്തിലേക്കുള്ള ഒരു തുടക്കത്തെയാണ് കാണിക്കുന്നത്. അത് ഏത് കാര്യവുമാകാം, സാമ്പത്തികം മാത്രമായിരിക്കില്ല. പിന്നെ നമുക്ക് ഫാമിലിയിലുള്ള ഒരു ഒത്തുചേരലാവാം, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിലുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ആവാം, കരിയറിലുള്ള പോസിറ്റീവ് ന്യൂസ് ആവാം. എന്ത് തന്നെയായാലും റെസണേറ്റ് ആവുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.